സ്മൃതികളിൽ ജ്വലിക്കുന്നു. സ്വരവും സ്മൃതികളിൽ ജ്വലിക്കുന്നു. ആയിരം വിശ്വാസ അലകൾ ഗലീലാക്കടലിൽ ഉയരുന്നു. സ്വർലോകത്തിലിരുന്നരുളും ദേവാ ഞങ്ങളുടെ ദാതാ, നിന്തിരുനാമം പാവനമായി പെരുമാറപ്പെട്ടിടേണമേ. ദാതാ നിന്നോട് തിരുരാജ്യം വന്നിടണമേ ഈ ഉലകിൽ. വന്യ വെരി റവ 2 കുത്ത് കോറപ്പീസ്കോപ്പാസ് കറിയാത്തേല പള്ളി. റവ 2 കുത്ത് ഫാദർ ലിലീസ് എലിയാസ്. സന്നിഹിതരായിരിക്കുന്ന വിശ്വാസികളെ, കലാ ആസ്വാദകരെ, ക്ഷണിച്ചു വന്നിട്ടുള്ള ചീഫ് ഗസ്റ്റ് കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കേവർക്കും സെന്റ് പീറ്റേഴ്സ് വോയിസിന് വേണ്ടി കോട്ടയം കലാകേന്ദ്രത്തിന്റെ അഭിവാദനങ്ങൾ തൊഴിൽ കൈകളോടെ. ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന പരിപാടി പത്രോസ്ലീഹായുടെ തിബരിയാസ് കടക്കരയിൽ മീൻ പിടിക്കുവാൻ പോകുന്ന ഭാഗമാണ്. അതിൽ സത്യവേദ ഗ്രന്ഥങ്ങൾ വഞ്ചിപ്പാട്ട് രൂപേണ രചിച്ചിരിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. O വർഗീസ് അരീക്കൽ പീച്ചാനിക്കാട് അങ്കമാലി. സംഗീതം പകർന്നത് ജിനു സന്തോഷ്. സംവിധാനം പുനർരചന കോട്ടയം പാപ്പുണ്ണി. വന്ന വഴി ഫിലിപ്സ് കറിയ ആൻഡ് അച്ചാമസ് കറിയ. അക്കോഡിയൻ സാബു തോമസ് മാരാമൻ. നിർമ്മാണം കൺട്രി ഇൻ. സെൻസർ ബോർഡ് സൊസാമ ആൻഡ്രൂസ്. ഈ വഞ്ചിപ്പാട്ട് തുടങ്ങുന്നതിന് മുൻപായി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും നേരം നിങ്ങൾ പരിപാടികൾ കാണുകയായിരുന്നു. ഇത് ഇങ്ങനെയല്ല. ഇതിൽ നിങ്ങൾ ഭാഗമാക്കി ഈ സദസ്സിൽ നിങ്ങൾക്കാകാവുന്ന വിധത്തിൽ പങ്കുചേരുവാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. തിത്തിത്താര തിത്തിത്താര എന്ന ഭാഗം വരുമ്പോൾ നിങ്ങൾ പാടുകയും കൈയടിക്കുകയും ചെയ്യണം. നിങ്ങളുടെ പൂർണ്ണ അനുവാദത്തോടു കൂടി ഈ പരിപാടി തുടങ്ങട്ടെ. അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടക്കരയിൽ വെച്ച ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള ഖാനായിലെ നഥാനിയേലും സബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് പത്രോസിനോട് പറഞ്ഞു. അവർ പുറപ്പെട്ടു, പടകിൽ കയറി. അതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്ന പടക്. ഈ പടക് ആദ്യം തിബരിയാസ് കടക്കരയിൽ നിന്ന് കപ്പർന്നഹൂമിലേക്ക് പോവുകയായിരുന്നു. ഏകദേശം 6 നാഴിക ദൂരം ചെന്നപ്പോൾ ഗലീലാക്കടൽ ശോഭിതനായി. പത്രോസും കൂട്ടരും ഭയവികലരായി. കർത്താവ് അവിടെ എത്തി പടക് കപ്പർന്നഹൂമിൽ എത്തിച്ചു. അതാണ് ഗലീലിയ കടലിനെ ശാന്തമാക്കിയ കർത്താവേ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. നേരം വെളുക്കുകയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശുവാണ് നിൽക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായില്ല. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട് പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുക എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് ധാരാളം മീൻ കിട്ടും എന്ന് യേശു കൽപ്പിച്ചു. അവർ വല വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, ഞാൻ കർത്താവാകുന്നു എന്ന് പറഞ്ഞു. പത്രോസിന് അത് മനസ്സിലാക്കാൻ അത് കേട്ടിട്ട് അവൻ നഗ്നനായത് കാരണം അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. യേശുവിന്റെ ശിഷ്യന്മാർ കടലിൽ നിന്ന് കയറി വന്ന ശേഷം കുഴിമാറി വന്ന പത്രോസിനെയാണ് നിങ്ങൾ കാണുവാൻ പോകുന്നത്. ഏകദേശം ശേഷിച്ച ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം ആയതുകൊണ്ട് ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും ഇഴച്ചുകൊണ്ട് വേറെ ഒരു ചെറുപടകിൽ കരയ്ക്ക് വന്നു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ വല്ലതും കൊണ്ടുവരുവീൻ. ശീമോൻ പത്രോസ് വള്ളത്തിൽ കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. ഈ 153 ഒരു പ്രത്യേകതയുണ്ട്. 153 പാത്രികന്മാരെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ എല്ലാവരും ഉദ്ദേശിച്ചാണ് 153 പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും പ്രാതൽ കഴിച്ചു കൊള്ളുവാൻ എന്ന് പറഞ്ഞു. അവൻ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട് ഒരു ചോദ്യം, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഉത്തരം, ഉവ്വ് കർത്താവേ, എനിക്ക് പ്രിയമുണ്ട്.
എന്റെ കുഞ്ഞാടുകളെ നീ മേയ്ക്കുക. യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉത്തരം എന്റെ ആടുകളെ പാലിക്കുക. മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉത്തരവ് പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു. എന്റെ കുഞ്ഞാടുകളെയും മുട്ടാടുകളെയും പെണ്ണാടുകളെയും മേയ്ക്കുക എന്ന് കർത്താവ് അവനോട് കൽപ്പിച്ചു. ആ സമയം 12 കൂട്ടം മാലഹമാർ പാടിയ പാട്ടാണ് ഈ താഴെപ്പറഞ്ഞത്. മുന്നമ്പര സുതനീശോ മിശിഹ തന്നുടെ ശിഷ്യരിൽ അഗ്രിമനാകും കേപ്പായെന്ന വിധാനം പേരും പത്രോസിനായി നൽകി നൽവരം. എൻ കുഞ്ഞാടുകൾ പെണ്ണാടുകൾ മുട്ടാടുകൾ ഉൾപ്പെട്ടൊരു സഭയെ പാലിച്ചിടാൻ പരമകാരം പ്രാപിക്കുക എന്നോദീകാർത്തെ വാചനങ്ങൾ ഒഴിക്കുന്നു പുസ്തകമല്ലോ സത്യാവേദ പുസ്തകത്തിൽ ഉൾപ്പെടുത്തി കാണുന്നവരാണ് പുസ്തകങ്ങൾ
ഉൽപ്പത്തിയും പുറപ്പാടും ദേവ്യ സംഖ്യാവർത്തനം ഇവയെയും മോശയുടെ പഞ്ചരഥങ്ങൾ യേശുവാനോ യാദവരുണ്ട് രാജാക്കന്മാർ ഇവയുണ്ട് വാക്യങ്ങൾ പിന്നെ സഭാപ്രസംഗി സാധനം ഇവിടെ കൂടിയിരുന്ന എല്ലാവർക്കും പ്രത്യേകമായ നന്ദിയുണ്ട്. ഫ്രണ്ട് റോയിലിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ എന്റെ കൈവശമില്ല, ഉടനെ കൊടുക്കുക. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹം 70 എത്ര വയസ്സായിട്ടാ? 77 വയസ്സ് പ്രായമായ ഞാനാണ് ഈ പരിപാടിയിൽ ഏറ്റെടുത്തിരിക്കുന്നത്. 77 വയസ്സായി ഇദ്ദേഹം ഇത്രയും ഭംഗിയായിട്ട് ഈ പറയുന്ന രീതിയിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഒരാളെ വിളിച്ചുകൊണ്ടത്, പിന്നെ സാബുവിനെ വിളിച്ചുകൊണ്ടത് ഇത്രയും ഭംഗിയായിട്ട് സെറ്റ് ചെയ്തു. അതിനെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. എല്ലാവരും കൈയ്യടിച്ചു പ്ലീസ് പ്ലീസ്. നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. We'll have a song by Binu and Bidu.